തോമസ് കോളേജിലെ മലയാളം വിഭാഗവും ആർക്കിയോളജി വിഭാഗവും ചേർന്ന് നടത്തിയ എക്സിബിഷനാണ് വ്യത്യസ്തമായത്. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് പ്രദർശനമൊരുക്കിയത്. പുതുതലമുറയെ പഴയകാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ എക്സിബിഷനുകൾ. വീടിനുള്ളിൽ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ മുതൽ പഴമയുടെ പ്രൗഢി പേറുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ടായിരുന്നു പാല സെന്റ് തോമസ് കോളേജിൽ. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രദർശന മേളയുടെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. കാവ് മുതൽ തെയ്യം വരെ കേരളത്തെയും മലയാളിയെയും അടയാളപ്പെടുത്തുന്ന പലതും മലയാളം വിഭാഗത്തിൻ്റെ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. പാല സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മലയാള വിഭാഗം പലമ എന്നുള്ള പേരിൽ ഈ ഒരു സ്റ്റോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സ്റ്റോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് പ്രാചീന ദ്രാവിഡ സംസ്കൃതിയുടെ ഒരു അടയാളം എന്നുള്ള രീതിയിൽ ഒരു കാവ് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മദൈവ സങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ കാവ്. ഞങ്ങൾ കുട്ടികളും അധ്യാപകരും ഒരുപോലെ സംഘടിപ്പിച്ചതാണിത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അധ്യാപകർ ഓരോരുത്തരും ഉണ്ടായിരുന്നു. മീനച്ചിലാറിന് തീരങ്ങളിലെ അവശേഷിപ്പുകൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ആർക്കിയോളജി വിഭാഗത്തിൻ്റെ എക്സിബിഷൻ. നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം 5 സ്റ്റോളുകളാണുള്ളത്. കോളേജിലൊരു ആർക്കിയോളജി മ്യൂസിയം ഉണ്ട്. അതുകൂടാതെ ഈ ഗാലറി നമ്മൾ വെച്ചിട്ടുള്ളത് മീനച്ചിൽ നദീതീരത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ആർക്കിയോളജിക്കൽ ഡേറ്റ, അത് എക്സ്പ്ലോറേഷൻ വഴി എക്സ്കവേഷൻ വഴിയും കിട്ടിയിട്ടുള്ള ഡേറ്റയെ നമ്മൾ പോസ്റ്ററുകളായിട്ടും ഒബ്ജക്റ്റുകളായിട്ടും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. കായികമേള, പുസ്തകമേള, മോട്ടോർ എക്സ്പോ, ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവയെല്ലാം പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വലിയ ജനപങ്കാളിത്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിൽ നടന്ന വിദ്യാഭ്യാസ പ്രദർശന മേളയ്ക്ക് ഉണ്ടായത്. 24 കോട്ടയം.